ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നുണ്ടല്ലോ ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു കപ്പ് മൈദ ഉണ്ടെങ്കിൽ നമുക്കൊരു പാത്രം നിറയെ കാറുമൂറ തിന്നാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. ചെറിയ എരിവൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. വളരെ സിമ്പിളാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ ഒരു 1.25 കപ്പില്ല, 1 കപ്പ് മൈദയും ഒരു കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദയാണ് നല്ലത് കേട്ടോ. ഗോതമ്പൊടിയിൽ ഉണ്ടാക്കാം, പക്ഷേ മൈദയാണ് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കാശ്മീരി ചില്ലിയാണ്. എരിവിന് വേണമെങ്കിൽ സാധാ മുളക് പൊടിയും ചേർക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും ചേർക്കണം കേട്ടോ. അതിലേക്ക് ഒരു നുള്ള് പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ കുരുമുളക് ചതച്ചതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ചതച്ച് ചേർക്കുന്നതാണ് നല്ലത് പൊടിയെക്കാട്ടിലും. ഇനി നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ചൂടുവെള്ളമൊന്നും ഒഴിക്കണ്ട, സാധാ പച്ചവെള്ളം ഒഴിച്ച് കുഴച്ചാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ഒരു ബോളായിട്ട് കിട്ടും. ഇനി നമ്മൾ ചപ്പാത്തിക്ക് തന്നെ ഇതുപോലെ കുഴച്ച് ഉരുട്ടുന്ന പോലെ ചെറിയ ബോൾസാക്കി എടുക്കാം. ചെറിയ ബോൾസാക്കി വയ്ക്കാം. നന്നായിട്ട് ഉരുട്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചപ്പാത്തി പലക എടുത്ത് പൊടിയിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇത് നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് പരത്തിയെടുക്കാമെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്തത്. ഞാൻ ചപ്പാത്തി പോലെ പരത്തി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇതിന് പകരം നമ്മൾ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കി നല്ല പോലെ ഒരു ഫുൾ ഇതായിട്ട് തന്നെ പരത്തി എടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഒറ്റയടിക്ക് തന്നെ തീർന്നു കിട്ടും. അപ്പോൾ ഇതാണ്ട് നന്നായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. ഒരുപാട് കട്ടിയായി പോകരുത്, എന്നാൽ ഒരുപാട് നൈസായി പോവുകയും ചെയ്യരുത്. അതിൻ്റെ ഒരു മീഡിയം രീതിയിൽ വേണം നമ്മളത് ചപ്പാത്തിയുടെയൊക്കെ ഒരു കനത്തിൽ പരത്തിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ചെറിയൊരു അടപ്പോ എന്തെങ്കിലും എടുത്തിട്ട് ആ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വേണ്ട, ഞാൻ ഓരോന്നും ഇതുപോലെ ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1.25 കപ്പ് മൈദയും കൊണ്ട് ഇത്രയും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യണം എന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ കട്ട് ചെയ്യാം. അതൊരു കട്ട് കണ്ടോ, ഈ ഒരു രീതിക്കാണ് ഈ ഒരു കനത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അത് മാറ്റി വെച്ചു. ഇനി നമ്മളൊരു ചീനിച്ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ചൂടാകുമ്പോൾ ഓരോന്നും ഇട്ടിട്ട് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരുപാട് ഇങ്ങോട്ട് കൂട്ടിയിടുകയും വേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അപ്പോൾ അടുത്ത ട്രിപ്പ് ഇട്ടു. ഇതിനൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരുമിച്ചിട്ട് വെക്കരുത്. എനിക്ക് അബദ്ധം പറ്റിയതാണ്. നമ്മളിങ്ങനെ ഒരുമിച്ചിട്ട് വെച്ചിട്ട് നന്നായിട്ട് കുറച്ച് പൊടി വിതറി ലെയറായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മളിത് ഒരുമിച്ച് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വറക്കാൻ നേരം ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് പൊടി ഇട്ടതിന് ശേഷം മാത്രമേ ഓരോന്ന് മുകളിലോട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഈ ഷേപ്പ് തന്നെ വേണം എന്നില്ല. ഇങ്ങനെ റൗണ്ട് ആകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ, നമ്മളിങ്ങനെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി മാവ് വരും. പിന്നെ നമ്മളത് കുഴച്ച് പരത്തി പിന്നെ ഷേപ്പ് ആക്കേണ്ടി വരും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട വേറൊരു മെത്തേഡാണ്, നല്ല മാവ് നല്ല ഷീറ്റ് പോലെ ആക്കിയെടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ ആക്കിയെടുത്തിട്ട് നമ്മുടെ പക്കാവടയുടെയൊക്കെ ഷേപ്പ് ഉണ്ടല്ലോ, നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ശകലം പോലും മാവ് വേസ്റ്റേജ് ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം വട്ടത്തിൽ കട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ വറുത്തെടുക്കാം. ഇതാണ് കുറച്ചുകൂടെ സിമ്പിൾ കേട്ടോ. ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഓരോ ട്രിപ്പായിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് നല്ല കറുമുറാന്നിരിക്കുന്ന ഒരു പലഹാരമാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒന്നും ഉണ്ടാക്കി കഴിക്കാനൊന്നും നല്ലതല്ല. വല്ലപ്പോഴും ഒക്കെ ഒരു കൊതിക്കൊക്കെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത് കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.